VS-നെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആറ്റിങ്ങലിലേക്ക് എത്തുകയാണ്. ആറ്റിങ്ങലിൽ ബസ് സ്റ്റാൻഡ് മുതൽ നീളുന്ന ഒരു വലിയ മതിൽ പ്രേക്ഷകർക്ക് കാണാം. ആ മനുഷ്യ മതിലിലൂടെയാണ് VS ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ VS ഇപ്പോഴും ഒരു വലിയ പ്രഹേളികയായി തന്നെ തുടരുന്നു. ഇങ്ങനെ ഒരു നേതാവിന് ഇത്രമേൽ വലിയ സ്വീകരണവും അന്ത്യയാത്രയും നൽകുമോ കേരള ജനത? കേരളത്തിന്റെ ഹൃദയം തൊട്ട നേതാവിന് ഹൃദയത്തിൽ നിന്ന് തന്നെ അന്ത്യയാത്രാമൊഴി നൽകുന്നതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആറ്റിങ്ങൽ പിന്നിടുമ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ നോക്കൂ. കൃത്യം അനുപാതം കുറിച്ചതുപോലെ പകുതി പാതി എന്ന നിലയിലാണ്. പുരുഷന്മാർ എത്രയുണ്ടോ അത്രയും തന്നെ സ്ത്രീകളും വഴിയരികിൽ കാത്തുനിൽക്കുന്ന കാഴ്ച. അതിന്റെ കാരണം VS-നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും കൂടിയാണ്. അത് VS എടുത്ത നിലപാടുകളുടെ കരുത്താണ്, VS-ന്റെ ശിരികളുടെ കരുത്താണ്. ആ ശിരികളുടെ കരുത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആറ്റിങ്ങൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു പുരുഷാരം. ഒരു വലിയ ജനസഞ്ചയം ഒഴുകിയെത്തുകയാണ്. ആറ്റിങ്ങൽ ഒരു കടലായി മാറുകയാണ്. നേരത്തെ കണ്ടതെല്ലാം ചെറു ചെറു പുഴകളെന്ന് തോന്നിപ്പിക്കുമെന്നും ഓരോ ഇടങ്ങളിലും ആളുകൾ ഇങ്ങനെ പെരുകി വരുന്ന കാഴ്ച, ഒരു ജനസഞ്ചയം രൂപപ്പെടുന്ന കാഴ്ചയാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മനസ്സിനെ, കേരളത്തിന്റെ ഹൃദയത്തെ ഇത്രമേൽ സ്വാധീനിച്ചൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുന്നു സംശയമാണ്. ഇപ്പോൾ ആറ്റിങ്ങലിലേക്ക് VS-നെ സാവധാനം എത്തിക്കുകയാണ്. ഒരുപക്ഷെ 10:30 ആറ്റിങ്ങലിൽ നിന്ന് VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെടാൻ. അതിനുശേഷം അടുത്തത് ആലക്കോടാണ്. അത് കഴിഞ്ഞ് ആലങ്കോട് കഴിഞ്ഞാൽ പിന്നീട് സാവധാനം വാഹനം മുന്നിലേക്ക് നീങ്ങും. പക്ഷേ തിരുവനന്തപുരം അതിർത്തി പിന്നിടുമ്പോഴേക്കും ഈ രാത്രി കഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കൊല്ലം നഗരത്തിൽ അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചെയായിരിക്കും VS-നെയും കൊണ്ടുള്ള ഈ വിലാപയാത്ര എത്തുക. നാളെ ആലപ്പുഴ എത്താൻ നാളെ നേരം വെളുക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. കാരണം അത്രത്തോളം ആളുകൾക്ക് VS-നെ കാണാൻ കാത്തിരിപ്പാണ്. പലയിടങ്ങളിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നത് നേരത്തോട് നേരമായിട്ടും VS-നെ കാണാതെ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. ഇന്നലെ ഈ സമയമാകുമ്പോൾ VS-നെ AKGയുടെ പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഉയർന്ന മുദ്രാവാക്യങ്ങൾ പ്രേക്ഷകർ തുറന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് ഒരു നഗരം ഒരു സാഗരമായി മാറിയ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതാണ് VS-ന്റെ മാജിക്. പിയാസുനിൽ ഇത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ഇടമുറിയാതെ അണമുറിയാതെ ആൾപ്രവാഹമാണ്. ആൾക്കടലെന്ന് നമ്മൾ കേട്ടിട്ടേയുള്ളൂ. അതാണ് അക്ഷരാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ കാണുന്നത്. ആറ്റിങ്ങലിൽ ഒരു ആൾക്കടൽ രൂപപ്പെട്ടിരിക്കുന്നു. കഴക്കൂട്ടത്ത് കണ്ടതിനേക്കാൾ കണിയാപുരത്ത്, കണിയാപുരത്ത് കണ്ടതിനേക്കാൾ ചെമ്പകമംഗലത്ത് കണ്ടതിനേക്കാൾ കോരാണിയിൽ കണ്ടതിനേക്കാൾ മാമത്ത് കണ്ടതിനേക്കാൾ ആറ്റിങ്ങലിൽ. ഇങ്ങനെ പെരുകി വരികയാണല്ലേ. േക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തകരും അണികളും VS-നെ ഹൃദയത്തിലേറ്റിയ സാധാരണ മനുഷ്യരുമൊക്കെ തന്നെ തടിച്ചുകൂടുന്ന കാഴ്ചയാണ്. ആറ്റിങ്ങലിൽ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ ജനസാഗരമാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ വിലാപയാത്ര കടക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടു ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തും ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതായിപ്പോൾ ആറ്റിങ്ങൽ ടൗണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും വലിയ രീതിയിൽ ആളുകൾ നേരത്തെ തന്നെ ഇവിടെ സംഘടിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് കൂടാതെ ആറ്റിങ്ങലിൽ ഓരോ ഭാഗത്തും വലിയ ജനക്കൂട്ടം കാണാം. അവിടേതാ രക്തപതാകയുമായി നിരവധി പേർ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഒരു കുഞ്ഞിനെയും കൊണ്ടിതാ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. ഇവിടെ നിരവധി പേർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ VS-നെ കാത്തു നിൽക്കുകയാണിത്. ആറ്റിങ്ങലാണ് സ്ഥലം. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലേക്ക് നീങ്ങുമ്പോൾ വലിയ ജനക്കൂട്ടമാണ്. ഓരോ ഇടങ്ങളിലും വാഹനം പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ജനക്കൂട്ടം. VS-നെ കണ്ടിട്ടേ മടങ്ങും. 4 മണി വലിയ ജനക്കൂട്ടം. VS-നെ കണ്ടേ മടങ്ങുമല്ലേ? 2 മണിക്ക് VS-നെ കാണുന്നതിന് വേണ്ടി നേരത്തെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര മണിക്കെത്തി? 5 മണിക്ക് കണ്ടിട്ടേ മടങ്ങുമല്ലേ? 7 മണിക്ക് എത്തി. അത്രയേറെ ഇഷ്ടം
സഖാവാണ്. മടങ്ങും. വലിയ തിരക്കാണ് ഈ രാത്രിയിലും അല്ലേ? സമയം 10:20 ഇപ്പോഴും വലിയ ജനക്കൂട്ടം ഇവരെ